സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് പ്രൊഡ്യൂസർ ഇത് ഓക്കെ പറഞ്ഞത്, വേറെ ഒന്നുമല്ല. വേറെ ഒന്നും അല്ലായിരുന്നു ഇതിന്റെ ഫാക്ടർ. ഇതിൽ ആർട്ടിസ്റ്റുകളൊന്നും ആയിട്ടില്ല. പ്രൊഡ്യൂസർ ഇന്നാവുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് അഭിഷേക് പറയുന്നതോടുകൂടാണ് ഈ പ്രൊജക്റ്റ് ഉണ്ടാവുന്നത്. അത് അവന്റെ ഒരു ഡ്രീമാണ്. കാരണം അവൻ തന്നെ അഭിനയിച്ചിട്ട് വരുന്ന സിനിമയാണ്. ആ നാല് രസമുള്ള കഥകളുമാണ്. എന്താ ഒരു മീറ്റർ വെച്ചിട്ട് എഴുതിയിരിക്കുന്ന? ഞാൻ അങ്ങനെ ആരും മനസ്സിൽ കണ്ട് എഴുതാറില്ല. ഞാൻ റിയൽ ലൈഫ് സ്റ്റോറീസ് അങ്ങ് എഴുതുക എന്നുള്ളതാണ്. ഈ 4 നടന്ന കഥകളാ? ആ 4 നടന്ന കഥകൾ അവനവന്റെ കഥയില് പിന്നെ പലതും നമ്മുടെ മൈൻഡിൽ ഇമാജിനേഷൻ ഉണ്ട്. അതുകൂടാതെ 4 പ്രണയങ്ങളിലൂടെ കടന്നു പോയിട്ട് പ്രണയമല്ല, ഇത് ശരിക്കും ഇതെന്താ വെച്ചാൽ കല്യാണം കഴിച്ചിട്ടുള്ള 4 കുടുംബങ്ങളുടെ കഥയാണ്. 4 സ്ത്രീകളുടെ ഫീലിങ്സിനെ കുറിച്ചുള്ള കഥയാണ്. അപ്പൊ നമ്മുടെ ചുറ്റിനും നമുക്ക് ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറെയൊക്കെ ഞാൻ ഇമാജിനേഷനിൽ നമ്മൾ കുറച്ചൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഇത്. അപ്പൊ ഞാനിത് ആരും മനസ്സിൽ കണ്ടോ ഒന്ന് ഞാൻ അത് ധ്യാൻ ചേട്ടനെയോ എന്നെ പോലും ഇതിനകത്ത് ഞാൻ മനസ്സിൽ കണ്ടിട്ടില്ല. ഞാൻ ആ സ്റ്റോറിക്ക് അനുസരിച്ചുള്ള ഒരു ക്യാരക്ടേഴ്സ് എഴുതി പോവാന്നുള്ളതായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഒന്നും ഉണ്ടായത് അത് അനീഷേട്ടൻ ചെയ്തത്. കാരണം അത് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കറിയാം. അനീഷേട്ടൻ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് കൊടുത്തു. പക്ഷെ പടം വർക്കാവും. അതാണ്. അപ്പൊ അങ്ങനെ എഴുതിയാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ വർക്കായില്ലെങ്കിലും അനീഷേട്ടൻ തലയിരിക്കും ഞാൻ ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്ന പോലും. എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് പോലും അത് ആ ആവശ്യത്തിന് മാത്രമുള്ള രീതിയിൽ, അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഞാനിത് സ്റ്റോറി പറയാൻ പോകുമ്പോഴും നമുക്ക് അങ്ങനെ വലിയ കാസ്റ്റ് ഒന്നും ഇല്ല. നമ്മൾ പുതിയ ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ്. സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ടപ്പോഴാണ് സാർ കുറച്ചുകൂടി നമുക്ക് ആർട്ടിസ്റ്റുകളെ കുറച്ചുകൂടി ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ വരുന്നതും അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ആർട്ടിസ്റ്റുകളെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അനീഷേട്ടനോട് കാണുമ്പോൾ ഇപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് പ്രത്യേകിച്ച് തീവണ്ടിയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ആ സമയത്ത് ഈ നായകന്റെ കൂട്ടുകാരനാവാൻ എല്ലാ കൊമേഡിയൻസിനും ഒരു സ്ലോട്ട് കിട്ടും. അത് വെച്ചിട്ട് കുറെ ആളുകൾ ഓടും. ഇപ്പൊ ഹരീഷ് ശേഷൻ ചേട്ടൻ, സുരാജ് ചേട്ടനൊക്കെ, ജഗതി ചേട്ടനൊക്കെ ഈ പറഞ്ഞ ആ ഒരു സ്ലോട്ട് കിട്ടും, ഒരു റൗണ്ട് കിട്ടും. പക്ഷെ അനീഷേട്ടന്റെ കാര്യത്തിൽ ആ റൗണ്ട് പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതെന്ത് പറ്റിയതാ? അത് സ്വയം ഒരു എഫേർട്ട് എടുക്കാത്തതാണോ? ഒന്ന് 2018 പ്രളയം, പിന്നെ കൊറോണ. ഈ സാധനം എനിക്ക് അറിഞ്ഞോടത്തോളം സ്വയം എഫേർട്ട് ഇല്ല. ഒരാളുടെ അടുത്ത് ചോദിക്കില്ല, ഞാൻ ചാൻസ് ചോദിക്കാറില്ല. ചാൻസ് ചോദിക്കുകയില്ല, ഒരാളുടെ അടുത്തും ചാൻസ് ചോദിക്കാറില്ല. കിട്ടണ സാധനം ആണെങ്കിൽ ചെയ്യും. അല്ലാതെ ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ എന്നെ കണ്ടപ്പോ അവന് തോന്നി ഒരു വേഷം തരാന്ന്. ഇപ്പൊ ഞാൻ പ്രേംപാറ്റ എന്നുള്ളൊരു സിനിമയിൽ അപ്പൊ ഞാനും നയനയും കൂടെ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും എനിക്ക് ആമിർ എനിക്ക് തന്നൊരു വേഷമാണ്. ഓക്കെ, എല്ലാ സിനിമകളും ആ സമയത്താണ് എല്ലാ സിനിമകളും വരുന്നത്. അഭിനയിക്കാൻ നമ്മൾ ഏറ്റവും നല്ല രസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. 3-4 പടം ഒരുമിച്ച് വന്ന് എനിക്ക് അതിൽ മെയിൻസ് പ്രേംപാറ്റയിൽ എനിക്ക് മെയിൻ സീൻസ് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നീ ചോദിച്ചോണ്ട് വന്നത് അതായത് അങ്ങനെ കണ്ടില്ല. അപ്പൊ ഇപ്പം എൻ്റെ അടുത്ത് അജു വർഗീസ് ആയിക്കോട്ടെ, സൈജു കുറുപ്പ് ആയിക്കോട്ടെ, സൈജോട്ടൻ ആയിക്കോട്ടെ പറഞ്ഞു നീ ചോദിക്കണം, ഒരു മടിയും വിചാരിക്കണ്ട. ഓക്കെ, ഞാൻ നല്ലൊരു നടനാണെന്നാണ് മറ്റുള്ളവരും പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചേക്കാം. ഇനി എന്താ പറയുക, ഞാൻ ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് നോക്കിയത്. കാരണം ഞാൻ വളരെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, വളരെ അത്രയും ദാരിദ്ര്യത്തിൽ വന്ന. അപ്പൊ എനിക്ക് അതെല്ലാം ആദ്യം റെഡിയാക്കിയതിന് ശേഷം കരിയർ അവിടെ തന്നെ ഉണ്ടല്ലോ. 10ാം ക്ലാസ് എഴുതിയെത്തോ? ഓടാണെന്ന് ഡിഗ്രി കഴിഞ്ഞാൽ അത് കള്ളത്തരം പറയണത്. നാളത്തെ മീഡിയസിൽ വരും അനീഷിന്റെ പഠനം 10ാം ക്ലാസ് വരെ. അല്ല, അതിലൊരു കഥയില്ല. എഡ്യൂക്കേഷനിലെ സ്കില്ല്. സച്ചിൻ എത്ര വരെ പഠിച്ചത് പറയൂ? അറിയില്ല. അതെ, മെസ്സി എത്ര വരെ പഠിച്ചതുകൊണ്ടാണോ നമ്മൾ ആരെങ്കിലും സിനിമയിൽ നിൽക്കുന്നത്? പഠിപ്പുള്ളതുകൊണ്ട് അങ്ങനെ അത് നമ്മൾ പറയണ്ട. നമ്മളിവിടെ നിൽക്കട്ടെ, നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുന്നോടത്ത് നമ്മൾ ഇരിക്കണ്ടോ? അതെ 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 അതെ. എന്തിനാ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യം? സ്കില്ലാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. ഇപ്പൊ കമലഹാസൻ തന്നെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അനീഷനോട് 10ാം ക്ലാസ് വരെ പോയിരിക്കുന്നു. അല്ല, എന്താ കഥ? നീയാണ് ഈ മീഡിയയിൽ ഞാൻ ഒരു പ്രാവശ്യം കണ്ട് നിന്നോട് അറിയാതെ പറഞ്ഞു പോയി. ഇല്ല, ഒരു സിമ്പതി കേറിക്കോട്ടെ. ഞാൻ ദൃക്സാക്ഷിയായിരുന്നു അജിനോട്. നീ ഇതിപ്പോ ഏത് ഇന്റർവ്യൂല് വന്നാലും എപ്പോ നോക്കിയാലും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത് നോക്കണ്ട, ആളുകൾക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ഡിഗ്രി ഒക്കെ എഴുതിയെടുത്ത് അതൊന്നും അറിഞ്ഞില്ലല്ലോ നീ. ഇല്ലല്ല, അത് വരുന്നിട്ട് കാര്യമില്ല. അതിലെന്താ ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ മനസ്സിലാക്കേണ്ട കാര്യം 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ്റെ അടുത്ത് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. 2ാമത് എഴുതിട്ടോ? ഫസ്റ്റ് വെറുതെ പോയി എഴുതിയിട്ടുള്ളൂ. ബുദ്ധി ഉണ്ട് മോനെ, അത് വിട്.
ബുദ്ധിയാണ് മെയിൻ. അതെ എല്ലോട്ടൂത്ത് അല്ലാണ്ട് അങ്ങനെ എത്തൂല. ബുദ്ധി ഞാൻ വിഷയത്തിൽ തന്നെ വിഷയം പറഞ്ഞു. തന്നെ മാറില്ലേ അതെ അതെ അതെ. ഇതൊരു കുറച്ചുകൂടി കടുപ്പമില്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് എല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതിന്റെ ഒരു ഷെയ്ഡ്സ് ഒക്കെ വിവാഹിലുണ്ടോ അതോ ബലപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത് വിവാഹില്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. എല്ലാവരും പറയണ പോലെയല്ല, ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ അതിൽ സ്ലാങ് ആണെങ്കിലും അതിലൊരു നാടൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറിയ ആഗ്രഹങ്ങൾ, കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വളരെ ഡ്രീമായിട്ടുള്ള, എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചാൽ അങ്ങനെ ആയിരിക്കണം, ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഭയങ്കര സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഈ മാട്രിമോണിയൽ പ്രഷറുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിവുണ്ടോ? അതായത് മാട്രിമോണിയൽ വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ഡിഗ്രികൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് റിജക്റ്റ് ആവുക, അത് ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും. ഈ അതുപോലെ മാട്രിമോണി സൈറ്റുകൾ ഡേറ്റിംഗ് സൈറ്റുകളെക്കാളും വലിയ രീതിയിലാണ് അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ ആഡ് ആക്കുന്നത്. ഇതിനെ പറ്റി അറിവുണ്ടോ? ദൈവം സഹായിച്ച അങ്ങോട്ടൊന്നും പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അങ്ങനത്തെ ദുഃഖങ്ങൾ ആളുകൾ പങ്കുവെക്കാറുണ്ടോ? എത്രയൊക്കെ നോക്കിയിട്ട് ഇത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, ശരിയാവുന്നില്ല? ഇതിപ്പോ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടല്ലോ 299 സബ്സ്ക്രിപ്ഷൻ അത് Instagram subscription ഇല്ല 299 ആണുങ്ങളടാ. അത് ഞാൻ ഇൻസ്റ്റാഗ്രാം ആലോചിച്ചു ഇവന്റെ മസിലൊക്കെ എന്തിനാണ് ഇവര് കാണുന്നത്? അതെ, മാസം 299 തന്നിട്ട്. ആരാധന ഇഷ്ടമൊക്കെ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ ആ. ആരാധകരെ അതെ ശാന്ത. അതെ അതെ അതെ. ഞാനൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്ത് കണ്ടിട്ടാ നീ പറ, നീയും ഞാനൊക്കെ തുല്യ ദുഃഖിതരാ പോടത്. വെറുതെ അല്ലേ നക്ഷത്ര ഷാട്ടൊക്കെ ഇട്ട് ഇറങ്ങിക്കുന്നത്. പറഞ്ഞ എന്താ ഇങ്ങനെ ആളുകള് മറ്റേ കല്യാണം കഴിക്കാൻ പറ്റാത്ത മാട്രിമോണി സൈറ്റിലൊക്കെ വലിയ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ടത് എനിക്കറിയില്ല. ആളുകൾക്ക് ഭയങ്കര റിജക്ഷൻ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും. അതിനെ പറ്റിയിട്ട് അറിവുണ്ടോ? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതിപ്പോ നിനക്ക് അനുഭവത്തിലുള്ള കാര്യമാണ് ഇപ്പൊ നീ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇല്ല, ഞാനില്ല. 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 ഈ ഇൻസ്റ്റ ഒക്കെ ഉള്ളപ്പോ എന്തിനാ ഈ മാട്രിമോണി മാട്രിമോണി സൈറ്റ് ഒക്കെ എല്ലാവർക്കും ഒരേപോലെ ഇപ്പൊ ഇങ്ങടത്ര തന്നെ എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുത്തുന്നു, ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നു, അങ്ങനെ അങ്ങനെ ഒരു കഴിവുണ്ടാവണമെന്നില്ല എല്ലാവർക്കും. അതായത് അങ്ങനെ ഫ്രസ്ട്രേഷൻ, അതായത് ഒത്തൊരു അതെ അതെ, ഒരു കിട്ടുന്നു. പാർട്ട്ണറെ കിട്ടാത്തതിന്റെ ഒരു വിഷമം. അതൊരു സമയമാകുമ്പോ വന്നോളടാ. അപ്പൊ അത് നോക്കണ്ട, സമയമാകുമ്പോ വിഷമിക്കണ്ട, സമയമാകുമ്പോ എത്തിക്കോളൂ. നമ്മളെ ഭാഗത്തുനിന്നും കുറച്ച് എഫേർട്ട് ഇടണം. നമ്മളെ ഭാഗത്തുനിന്നും കുറെ എഫേർട്ടുകൾ ഇടണം. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? ഈ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ പോകും, ഈ കാണുന്ന പെൺകുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ പണിയല്ല കേട്ടോ. അല്ലല്ല, മാട്രിമോണിയൽ കൂട്ടുകാരനെ എനിക്കറിയാം. കറുത്ത കണ്ണട കൂട്ടുകാരനല്ലേ? അല്ലല്ല, പൂക്കളുള്ള ഷർട്ട് ഇട്ടുള്ള കൂട്ടുകാരൻ. ഇവന്റെ പണി എന്താ അറിയോ? ഇവൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാല് മാട്രിമോണി സൈറ്റ് പോയിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട കുട്ടികളെ പേരും കിടക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ തിരയും. എന്നിട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് ഹായ് ഹൗ ആർ യു സ്വീറ്റ്, ഞാൻ ആരാന്ന് മനസ്സിലായോ ചോദിച്ച് ക്യാമറ ചെയ്യണ ഇവര് രണ്ടുപേരും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ഉത്തരം പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇതേവരെ കല്യാണം കഴിച്ചടാ. അല്ല, എന്റെ ഫ്രണ്ട് ഉണ്ട്. എന്താ ചെയ്യുന്നറിയോ? +2 കഴിഞ്ഞില്ലേ? +2 കഴിഞ്ഞ ഫുൾ പ്ലസ് കിട്ടുമ്പോ ഫോട്ടോ വരില്ലേ പത്രത്തിൽ, അതിൽ നിന്ന് എടുത്തിട്ട് അന്ന് ഫേസ്ബുക്കാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തിട്ട് അവരിപ്പോ കല്യാണം കഴിച്ച ഒരു കുട്ടി. ഞാൻ എത്രയോ സ്ഥലത്ത് ഷൂട്ടിന് പോയിട്ട്, ഇപ്പൊ കൂതറ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം, കുറെ മുന്നേ ആ സ്ഥലത്ത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ രണ്ടുപേരും കല്യാണം കഴിച്ചടാ. അപ്പൊ ഗുരുവായൂർ അമ്പലനടയില് ആ കല്യാണ ഡ്രസ്സിൽ നിന്ന് അവര് കല്യാണം കഴിച്ചു. അതെ 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 അതെ. അത് അപ്പൊ ഈ വിവാഹം എങ്ങനെ വേണമെങ്കിലും നടക്കാം. പറഞ്ഞില്ലേ, നീ വിഷമിക്കണ്ട, നിനക്ക് സമയമാകുമ്പോ ഇതേപോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യ. നീ കിട്ടും, നിനക്ക് ഉറപ്പായിട്ട് കിട്ടും. സംഭവം എന്തായാലും സത്യം എന്നുള്ളത് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാ പിന്നിലുള്ള എല്ലാരും തലാട്ടിയുണ്ട്. റൈറ്റിംഗ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേ ഒരു ബേസിക് റൂൾ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പ്രശ്നപരിഹരണം, ക്ലൈമാക്സ്, ഇപ്പൊ എന്താ പറയുക, ലീനിയർ ആവുക, നോൺ ലീനിയർ ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇപ്പൊ മലയാള സിനിമ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിലേറ്റബിൾ ആവുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ആളുകൾക്ക് തമാശകൾ റിലേറ്റ് ആവണം, പ്രശ്നങ്ങൾ റിലേറ്റ് ആവണം. പക്ഷേ ഒരു യക്ഷി വരുമ്പോഴും യക്ഷി ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട്, ഏറ്റവും എസ്തെറ്റിക് ആയിട്ട്, മിനിമൽ ജുവൽസ് ഒക്കെ ഇട്ട് വരുന്ന യക്ഷിയാണ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ലോകയിൽ. അല്ലെങ്കിൽ UK പോകുന്ന കുട്ടികളുടെ പ്രശ്നമാണ് ഇന്ന് വാഴയിൽ വർക്കായിട്ടുള്ളത്.
അപ്പൊ ഈ എത്രമാത്രം റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ടാവും നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന 4 സ്ത്രീകളുടെ കഥയാണ്. അപ്പൊ 4 സ്ത്രീകളുടെ ഫീലിങ്സ്. അപ്പൊ ഒരു ഞാൻ പറയുന്നത് മാക്സിമം ഒരു 80% ഇപ്പൊ ഉടനെ കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ചാളുള്ള സ്ത്രീകൾക്ക് കണക്ട് ആവുന്നതാണ്. മാക്സിമം ഒരു 80% ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 4 ടൈപ്പ് ഓഫ് സ്റ്റോറി, 4 ടൈപ്പ് ഓഫ് സാഹചര്യങ്ങളാണ്. അപ്പൊ എന്തായാലും അവർക്ക് കണക്ട് ആവണം എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊണ്ടുവരാതെയും നമ്മൾ പ്യുവർ സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് പോകാൻ കാരണം അതായിരുന്നു. പക്കയായിട്ട് ആൾക്കാർക്ക് കണക്ട് ആവണം. കാരണം ലൈഫിൽ സാധാരണ ആമ്പിള്ളേര് വില്ലന്മാരെ ഇടിച്ച് രക്ഷിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനമില്ല. പക്ഷെ കൂടുതലും അതുകൊണ്ട് അങ്ങനത്തെ ഫാക്ടേഴ്സ് കുറയ്ക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനത്തെ കുറച്ചിട്ട് പ്യുവർ സ്റ്റോറി ക്ലീഷേഴ്സ് കുറെ കുറയ്ക്കണം. പക്ഷെ എന്തായാലും ഉണ്ട്, നമുക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചെറിയ രീതിയിൽ, പക്ഷെ കൂടുതലും ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധമായിരുന്നു. ആ രീതിയിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റോറി എഴുതുമ്പോൾ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ, അത് ഞാനിപ്പം വേറെ 1-2 സ്ക്രിപ്റ്റിൽ എനിക്ക് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതേപോലത്തെ റിലേറ്റബിൾ കണ്ടന്റ്സ് വഴി വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് വലിയൊരു എനിക്കൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു.